ഹായ്, ഞാൻ ഡോക്ടർ ടീനു സർ അബ്രഹാം, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ്, ബോ എസ്തെറ്റിക്ക സ്കിൻ ക്ലിനിക്, കൊച്ചി ആൻഡ് കോട്ടയം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന ഒരു കണ്ടീഷനെ കുറിച്ചിട്ടാണ്. ചില ആൾക്കാരിൽ കഴുത്തിൻ്റെ ബാക്കിലായിട്ടും അതേപോലെ തന്നെ തൊടയുടെ സൈഡുകളിൽ, അണ്ടർ ആംസിൽ, ചില ആൾക്കാരിൽ ഫേസിൻ്റെ സൈഡിലായിട്ട് ഒരു വെൽവെറ്റി ബ്ലാക്കിഷ് പിഗ്മെൻറ്റേഷൻ ഡെവലപ്പ് ചെയ്യാം. അതിനാണ് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്നത്. ഇത് പല കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത്. മെയിനായിട്ടും ഒബീസിറ്റി അഥവാ അമിതമായ വണ്ണമുള്ള ആൾക്കാരിലാണ് നമ്മൾ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് കാണാറുള്ളത്. അതുകൂടാതെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരിൽ, തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളവരിൽ, ഹോർമോണൽ പ്രോബ്ലംസ് ലൈക്ക് PCOD ഇഷ്യൂസ് ഉള്ളവരിലെല്ലാം നമുക്ക് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് കാണാൻ സാധിക്കും. ഇത് മെയിനായിട്ടും ഇൻസുലിൻ്റെ ലെവൽ ബ്ലഡിൽ കൂടുന്നത് കൊണ്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം ഇൻസുലിൻ ലെവൽ കൂടുന്നതനുസരിച്ച് നമ്മുടെ സെല്ലിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ കൂടുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു വെൽവെറ്റി ടൈപ്പ് ഓഫ് ബ്ലാക്കിഷ് പിഗ്മെൻറ്റേഷൻ ഡെവലപ്പ് ചെയ്യുന്നു. ഇത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നോക്കാം. മെയിനായിട്ടും എന്താണോ കോസ്, ആ കോസ് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. മെയിനായിട്ടും ബ്ലഡ് ഷുഗർ ലെവൽ, തൈറോയ്ഡ് പ്രൊഫൈൽ, അതുപോലെ തന്നെ PCOD റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഹോർമോണൽ പ്രൊഫൈൽ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. ഇതിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഫസ്റ്റ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഇതുകൂടാതെ വെയ്റ്റ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ BMI എപ്പോഴും നോർമലാക്കി വെക്കേണ്ടതും ഈ അക്കാന്തോസിസ് നൈഗ്രിക്കൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനായിട്ട് മെയിൻലി നമ്മൾ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. ഡെയിലി ഒരു 30 to 45 മിനിറ്റ്സ് എക്സസൈസ് ചെയ്യുക. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു ഡെർമറ്റോളജിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പിക്കൽ ക്രീംസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കൊടുക്കാം. മെയിൻലി സാലിസിലിക് ആസിഡ് കണ്ടെയ്നിങ് ഓർ ഗ്ലൈക്കോളിക് ആസിഡ് കണ്ടെയ്നിങ് ക്രീംസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ കൊടുക്കാറ്. ഇതുകൂടാതെ ഇത് മെയിൻലി ഒരു 4 to 6 months എങ്കിലും റെഗുലറായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. ഇതിൽ ബെറ്റർ ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ നമുക്ക് കെമിക്കൽ പീലിംഗ് പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാവുന്നതാണ്. ഇത് മെയിൻലി ഒരു 4 to 6 weeks ഗ്യാപ്പിൽ ഒരു 4 to 6 സിറ്റിങ്സ് ആയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി ഇതും കൊണ്ടും ബെറ്റർ ആവുന്നില്ലെങ്കിൽ ഒരു സിസ്റ്റമിക് മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ ഓറൽ ടാബ്ലറ്റ്സ് നമുക്ക് കൊടുക്കാം. എക്സാമ്പിൾ മെറ്റ്ഫോമിൻ പോലുള്ള ടാബ്ലറ്റ്സുകൾ, ആൽഫ ലൈപ്പോയിക് ആസിഡ് ടാബ്ലറ്റ്സ്, ഇങ്ങനെ പല ടാബ്ലറ്റ്സും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്.